ഹലോ, നമസ്കാരം. ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു, ഞാനും മണ്ടു കൂടിയിട്ട്. അപ്പൊ ഗേറ്റ് പൂട്ടി കിടക്കായിരുന്നു. 17-ാം തീയതി മോന്റെ കല്യാണാടോ, വ്യാരിയാദന്റെ. അത് ക്ഷണിക്കാനാ ഞങ്ങൾ അങ്ങോട്ട് വന്ന്. അത്ര അടുത്തൊന്നല്ല, ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. സത്യശീലൻ എന്ന് പറഞ്ഞ ഒരാളുടെ മോളാ. അതങ്ങനെ അവിടെ ഒത്തു വന്നു. ഉടുപ്പടക്കം തലേ തന്നെ പോരടോ. കാലത്താണെങ്കിൽ ഒരു 7 മണി നമ്മളേക്ക് എത്ത്, കഴിക്കണ്ട. ശരി ശരി ശരി. രാമൻകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ, അപ്പൊ പൂട്ടി കിടക്കായിരുന്നല്ലോ. അപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞതാ, കാലത്തെ വരണ്ടാവുള്ളൂ. എന്താണെന്നറിയില്ല വ്യാരിയാതെ. ഇതിപ്പോ എത്ര നേരായി തുടങ്ങിയിട്ട് ഈ ഫോൺ ചെയ്യല്? അതിനെന്താടി ഫോൺ ചെയ്തോട്ടീ. പെണ്ണിനാണ് വിളിക്കണതേ. അതന്നെ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തിനു കല്യാണം കഴിയണേ? കല്യാണം കഴിയണതിന്റെ മുമ്പിൽ ഫോൺ വിളിച്ച് പരസ്പരം അറിയുക, സംസാരിക്കുക, അതൊക്കെ നല്ലതല്ലേ? അതൊക്കെ അത്യാവശ്യത്തിന് മതി ഫോൺ വിളിയൊക്കെ. ഇത് അവനവന്റെ വില കളയണ പണി അവൻ കാണിക്കണം. എന്ത് വില കളയണ? അവൻ വേറെ പെണ്ണിനൊന്നല്ലോ, അവൻ കെട്ടാൻ പോണ പെണ്ണല്ലേ വിളിക്കുന്നത്. സുഖദേവന് ഒന്നും അറിയില്ല എന്ന് പറയണതാ. എടി, നമ്മള് കല്യാണം കഴിച്ച കാലൊന്നല്ല ഇപ്പോ, കാലം മാറി. എന്റെ സുഖദേട്ട എന്താ ഞാൻ പറയണറിയോ? ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിട്ടാ പറയണേ. അതെ, അവർ രഹസ്യമായിട്ടെന്നല്ല എന്നോട് പറഞ്ഞു. അച്ഛാ, കുട്ടി വിളിക്കണ്ട്, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ പറഞ്ഞിട്ടാ പോയി. എന്തിനാ വിളിക്കണേന്ന് ചോദിക്കുക, അല്ലാണ്ട് വേറെ അല്ല ചിന്തിക്കണ്ടേ. എന്താ ഈ 2 മണിക്കൂർ പറയാൻ? അത് അവൾക്കൊരു മഞ്ഞ സാരി ഉണ്ട്, അതിന് പറ്റിയ മഞ്ഞ വാറുള്ള ചെരുപ്പ് വേണമെന്ന് പറയാ. അപ്പൊ അതിങ്ങനെ എന്തൊക്കെയാ വേണ്ടത് സംസാരിക്കില്ലേ അവര്. അസലായി. എങ്കിലേ അവളോട് പല്ല് തേക്കാതെ വരാൻ പറയും. അപ്പൊ പല്ലും മഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കില്ല ചിരിക്കുമ്പോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ ആ കുട്ടി വരണതിന്റെ മുമ്പ് എന്റെ അമ്മായി പോര് തുടങ്ങുള്ള പരിപാടി? എന്റെ സുഖദേട്ട, ഞാൻ ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഈ പറയണേ. ഫോൺ വിളിക്കണ്ട. ആ കുട്ടി വിഷമിക്കരുത്. ഒന്നാമത് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയാണ്. ആവശ്യത്തിന് കൊഞ്ചലും പുന്നാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ മകന് നീ കൊഞ്ചില്ലേ, പുന്നാരിക്കണില്ലേ? ഇവൻ ഇതുപോലെ ഈ 2 മണിക്കൂറും 3 മണിക്കൂറും കല്യാണം കഴിഞ്ഞ് പുന്നാരിപ്പിക്കാൻ പറ്റോ? അപ്പൊ അവക്ക് വിഷമാവില്ലേ? ആ വിഷമം ഞാനാ കാണേണ്ടത്. അതാ ഞാൻ ഇപ്പോഴതൊന്നും വേണ്ടാന്ന് പറയണ്. നിലയ്ക്ക് നിർത്തണം ഇപ്പോഴേ, അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനും അമ്മയും കൂടി എല്ലാവരും വിളിക്കണ്ട അവിടെ ഇരുന്ന്, കല്യാണം വിളിക്കാണ്. ഞാനൊരു മോനാണല്ലോ, അപ്പൊ അമ്മക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. എനിക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും അമ്മ അങ്ങനെ ചെയ്യൂല. അതെ, ഇങ്ങനെ ഇനി മുതൽ അവന്റെ കാര്യത്തിന് ഇങ്ങനെ ആദ്യം പിടിക്കണ്ട. അവന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പൊ അവനൊരു പെണ്ണ് കെട്ടിക്കുന്നത്. ഇനി അവന്റെ കാര്യം അവള് നോക്കിക്കോളും. നീ എന്റെ കാര്യം നോക്കിയിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. സുഖദേണ്ണ അതൊക്കെ പറയാം. എന്റെ മോനെ എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെടി, നിന്നോട് അമ്മ എന്നുള്ള സ്നേഹം, ആ കുട്ടിയോട് ഭാര്യ എന്നുള്ള സ്നേഹം, ഇനി അവർക്കൊരു കുട്ടി ജനിച്ച ആ കുട്ടിയോട് എന്റെ കുട്ടി എന്നുള്ള സ്നേഹം, അങ്ങനെ പലതരത്തിലുള്ള സ്നേഹവും ജീവിതവും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ജീവിതമായാലും പെറ്റ വയറിന്റെ സ്നേഹം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഇനി അങ്ങനെയല്ല വേണ്ടത്. നിന്റെ പെറ്റ വയറിന്റെ സ്നേഹം മകനോട് കാണിക്കുമ്പോ അതേപോലെ തന്നെ പെറ്റ വയറിന്റെ സ്നേഹം മരുമോളോടും കാണിക്കണം. മരുമോളോട് കാണിക്കണ്ട, അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇപ്പോഴേ ഞാനിതൊക്കെ പറയണത്. ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടി വിഷമിക്കണത് എനിക്ക് ഇഷ്ടല്ല. അതന്നെ നീ ഒന്നാമത് എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്റെ അമ്മ എങ്ങനെയായിരുന്നു എന്നെ കെട്ടിക്കൊണ്ടിരുമ്പോ? വല്ല കുഴപ്പമുണ്ടായിരുന്നു? സ്വന്തം മകളെ പോലെ നോക്കിയിരുന്നു. അത് നിങ്ങളുടെ മുമ്പിന്ന് നിങ്ങൾ കാണാതെ അവരെന്നെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട് എന്നറിയാം. ഞാനത് എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യൂല, എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യൂല എന്നായിരുന്നല്ലോ. അതൊക്കെ ഞാൻ സഹിച്ച എന്തിനു വേണ്ടിട്ടാ? ഇവളോട് അതേമാതിരി പകരം വീട്ടാനോ? അല്ല, എന്റെ പൊന്നുമോന് വേണ്ടിട്ടാ. എന്റെ മോനോട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചത്. ഇല്ലെങ്കിൽ എന്നെ നിങ്ങളെ ഇട്ടിട്ട് ഞാൻ പോയേനെ. ഇതൊന്നും സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത്യാവശ്യം നല്ല സ്വത്തുള്ള വീട്ടിൽ തന്നെ ഞാനും വന്നു. അല്ല, നിനക്കിപ്പോ എന്തിന്റെ കേടാ? എടി, മകൻ സ്നേഹിക്കണ പോലെ ഒരു മരുവോളും സ്നേഹിക്കാൻ വരുന്നു, എന്നെ സ്നേഹിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നു എന്ന് കരുതി സമാധാനിക്ക്. എന്റെ മോൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാനങ്ങനെ ആരും ഇത്രയും നേരം ഫോണിൽ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഇപ്പൊ ലച്ചുവിനെ കണ്ട് നമ്പർ കിട്ടിയ പിന്നെ ഫോൺ വെക്കാൻ എനിക്ക് തോന്നാറില്ല. അതെ, അച്ഛന്റെ ഒരു കൂട്ടുകാരൻ. എന്താ പിന്നെ ചെരുപ്പ് മേടിക്കണമെങ്കിലേ ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്യാം. എന്താ വിശേഷം? എന്താ വിശേഷങ്ങളല്ലേ ഉള്ളൂ. സുഖല്ലേ?
ആ കാലുവേദന തന്നെ. അതെ അപ്പം കുഴപ്പമില്ല. അത് ശരി, ഞാൻ പറയാ കഷായം കുടിച്ചിരുന്നോ? എല്ലാം കഴിക്കണ്ട്, പക്ഷെ വേദനയാ. അതെ, ഞാൻ അന്നൊന്ന് വിളിക്കായിരുന്നാണ്, പെട്ടെന്ന് വിട്ടുപോയി. എന്താ കാര്യം? അനുജാതന്റെ കാര്യം പറയാൻ. അപ്പൊ അതിനല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. ഞാൻ പുതിയ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെന്നുണ്ടേ. അല്ല ഇനിയിപ്പൊ അതൊന്നും വേണ്ട. അവന്റെ കല്യാണം ശരിയായി എന്ന് പറയാൻ വേണ്ടിട്ട് വിളിക്കാനാണ് വിട്ടുപോയത് ഞാനേ. കല്യാണം ശരിയാവുക ആരോട് വെച്ചിട്ട്? അല്ല എവിടുന്ന്? നമ്മള് പൂമലല്ലേ, പൂമലയില് വില്ലേജ് ഓഫീസർ സത്യശീലന്റെ മോളാ, ഒരേ ഒരു കുട്ടിയാ. അതെ, എന്താ ഈ പറയണ? പൂമലയില് സത്യശീലന്റെ മോളച്ചപ്പ എപ്പ കൊണ്ടുവന്ന് ഞാൻ ഈ ബന്ധം? അതെന്താ വിട്ടുപോയി? എന്താ ഇങ്ങോട്ട് കൊണ്ടുവരാനാച്ചപ്പ ഇക്കറിയില്ല ഇപ്പൊ എവിടുന്ന് കൊണ്ടുവരണം എന്നുള്ളത്. നിങ്ങൾ എന്ത് പരിപാടി എന്നോടൊന്ന് അന്വേഷിക്കണ്ട. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചാല് അത് ശരി. എന്താ കുഴപ്പം? സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല, പൂമലൊക്കെ നല്ല പൂമല തന്നെയാണ്. കുട്ടി നല്ല കുട്ടിയാണ്, ഞാൻ പോയി കണ്ടു. കുട്ടി കാണാൻ തരക്കേടൊന്നും ഉണ്ടായിട്ടല്ല. അതിപ്പോ ഈ ബന്ധാച്ചാ ഞാൻ നിങ്ങളോടക്ക് എന്നേ കൊണ്ടില്ല എന്റെ സുഖേട്ടാ. എന്താ നിങ്ങള് കാട്ടണേ? എന്താ നീ പറഞ്ഞു വരുന്നത്? കാര്യണ്ട്. ആയിഷേ എന്താ ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ബന്ധം ഏതാച്ചുണ്ടോ നിങ്ങള്? അല്ല നീ കൊണ്ടുവന്ന ബന്ധം പറഞ്ഞിട്ടില്ല. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? കുറച്ചോ? ഞാൻ പറഞ്ഞില്ലേ 17-ാം തീയതി കല്യാണം. ശരിയാ. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോള്. അവനും അവളും തമ്മിൽ ഭയങ്കര ഇഷ്ടായി. അതന്നെ എത്തും. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോളിപ്പൊ ഞാൻ കൊണ്ടുവന്നത് അതേമാതിരി തന്നെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രണ്ടും ഒരേ പോലെ. അപ്പൊ നീയിപ്പൊ നിശ്ചയിച്ച് നടക്കട്ടെ. അല്ല അതെ നടക്കട്ടെ വെച്ചാലേ ഞാൻ പറഞ്ഞ അത് വേണോ? എന്താ എന്താ കാര്യം പറയൂ. കാര്യം പറഞ്ഞാലിപ്പൊ അത് 10 ഏക്കറ റബ്ബർ എസ്റ്റേറ്റ്. ആർക്ക്? ഈ കുട്ടിക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി അതേമാതിരിക്ക് ആവോളം സ്വർണം 101 പവൻ സ്വർണ്ണ ആ കുട്ടിക്ക് കൊടുക്ക അവര്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് തരക്കേടില്ലാത്ത നല്ലൊരു കുടുംബം. അച്ഛന്ന് പറഞ്ഞ അതേമാതിരി തന്നെ അമ്മയും. മനസ്സിലാവുണ്ടോ? അച്ഛനും അമ്മേനെയും ഈ റബ്ബർ എസ്റ്റേറ്റും സ്വർണം എന്നല്ല അവൻ കെട്ടണത്. അതിനേക്കാളൊക്കെ വില മതിക്കുന്ന ഒരു നല്ല കുട്ടീനാണ് കെട്ടേണ്ടത്. എന്നെ പറഞ്ഞപ്പോ നല്ലൊരു കുട്ടി, നല്ല തങ്കം പോലത്തെ മനസ്സ്. അല്ല അതിപ്പോ പലയിടത്തും പല തങ്കം പോലത്തെ കുട്ടി ഉണ്ടാവും. ഇവനിപ്പോ ഇത് ഇഷ്ടായി. ഞാൻ ഈ പറഞ്ഞ കുട്ടിക്ക് കൂടുതലല്ലാണ്ട് ഒന്നും കുറവില്ല. ഒരു വിരല് കൂടുതലുണ്ട്. ചെറുവിരല് അമുക്കുള്ള സ്വർണ്ണം അവരെന്നെ കൊടുക്കും. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതെ, ഇനിയിപ്പൊ അതൊന്നും വേണ്ട. നീ കൊറേ ബുദ്ധിമുട്ടി എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് എന്തെങ്കിലും സന്തോഷത്തിന് അങ്ങോട്ട് തരാം. 17-ാം തീയതി രാവിലെ കല്യാണത്തിന് അങ്ങോട്ട് വാ. 17-ാം തീയതി രാവിലെ കല്യാണത്തിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വരണ്ട്. കല്യാണം അസലായിട്ട് ഇവിടെ നടക്കും. സുഗതേട്ടന്റെ വീട്ടിലെ കല്യാണം പറഞ്ഞാൽ എങ്ങനെയാ നടക്കാന്നൊക്കെ ഇക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കണത്, അല്ലാണ്ട് കല്യാണം നടക്കുന്നതിനെ കുറിച്ചിട്ടല്ല. കല്യാണം കഴിഞ്ഞ ഒന്നും ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരിക്ക് ആ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്ന വില്ലേജ് ഓഫീസർ സത്യശീലിന്റെ മോളാണ്. വില്ലേജ് ഓഫീസിൽ നമ്മളൊരു കാര്യത്തിന് കയറി ഇറങ്ങണ മാതിരി കയറി ഇറങ്ങേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അത് വില്ലേജ് ഓഫീസ് ആവില്ല, കോടതി ആവുന്നു മാത്രം. അത്ര ഉള്ളക്ക് പറയാൻ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്തോളി. ഞാൻ ഒരു നല്ല ബന്ധാണ് കൊണ്ടിരില്. ഇവിടെ കൊണ്ടുവരപ്പൊക്കെ സത്യശീല കുട്ടിക്ക് എന്താണ് നീ പറയണത്? അസലേ ആ കുട്ടിയുടെ കുഴപ്പം എന്താന്ന് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പറയാ? ആലോചിച്ചുണ്ടാക്കണ്ടേ? ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടോ, ആ കുട്ടി കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി എന്ന് പറഞ്ഞ എന്താ, അത്ര കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും അർത്ഥം. അതിനനുസരിച്ച് ബന്ധവും എന്ന് ചോദിക്കരുത്. അതിനനുസരിച്ചുള്ള ബന്ധം കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ വേണം. കുട്ടികൾക്ക് പലരായിട്ട് ബന്ധം വേണം, സൗഹൃദം വേണം. അതൊക്കെ നല്ലതല്ലേ? അല്ലേ? അപ്പൊ പഠിപ്പിനനുസരിച്ച് ജോലിയും കിട്ടും. അതും നിങ്ങൾ ആലോചിക്കണം. കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ പഠിച്ച കുട്ടീനെ കിട്ടുന്നത്. ജോലി കിട്ടിയിട്ട് വേറെ വഴിക്ക് പോണവരിനെ എന്തിനിപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരുന്നത്? ഇവിടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തല്ലേ വേണ്ട? അതാ ഞാൻ പറഞ്ഞത്. ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞ ഒന്നിനും കുറവില്ലാന്ന്. നിങ്ങൾക്ക് സഹായിക്കാൻ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഇനിയിപ്പോ ഏത് ആലോചന വന്നിട്ട് കാര്യമില്ല. അവനൊരു പെണ്ണിനെ ഉറപ്പിച്ചു, ആ കല്യാണം നടക്കും. എന്നാ നടക്കട്ടെ സുധേട്ടാ. ഞാൻ അങ്ങനെ അടുത്ത് തർക്കിക്കാനൊന്നുമില്ല. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളാം വണ്ടോരി അമ്മേ. നിങ്ങളുടെ മോനെ ഓളെ കെട്ടിക്കഴിഞ്ഞാല് 3ന്റെ അന്ന് ഓളുടെ വീട്ടിലാ. അത്രേ പറയാലോ. പിന്നെ ഈ സത്യശീല ചക്ക തിന്നിട്ടേ മുളഞ്ഞ് നമ്മള് പഞ്ഞോണ്ട് തുറച്ച മാതിരിയാ, കയ്യിന്ന് പോവില്ല കേട്ടോ. ഞാൻ പൊട്ടെന്നാല് റബ്ബർ ഷീറ്റ് അതിലേം ഇടാനുള്ള യോഗം നിങ്ങൾക്കില്ല. അത്ര എന്താ വാട്സാപ്പിൽ ഇട്ട് തന്നല്ല. ഒരു മിനിറ്റ്. അതെ, പൂമലക്ക് ഓട്ടോറിക്ഷയിൽ പോണേറ്റ് നല്ലതാണ്. ഇരുന്നലങ്ങോട്ടേക്ക് ഇന്നോല് പോണത്. അമ്മേനോട് അച്ഛനോടും സംസാരിച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ശരിയാക്കിക്കോളി. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഇനി ഡിവോഴ്സിന് വരാം.
കഷ്ടം. ഈ ബ്രോക്കർമാരെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഇതിപ്പോ ഇപ്പം കൊടുന്ന ആലോചനകളൊന്നും നടന്നിട്ടില്ലോ. ഇപ്പൊ വേറെ നടന്ന് അതങ്ങനെ എന്തേലും പറഞ്ഞ് മുടക്കുക. എന്നിട്ട് ഇപ്പം വേറെ കുട്ടീനെ കൊടുത്ത് ഇപ്പം തലയിൽ കെട്ടിവെക്കാൻ. ഉള്ള ജാതികളൊന്നിനും വിശ്വസിക്കാൻ പറ്റും. ഞാൻ ലീവാണ്. ഞാൻ ഇനി മോളുടെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുള്ളൂ വില്ലേജ് ഓഫീസിലേക്ക്. ഒരു മാസം. അതെ അതെ അതെ. അപ്പോഴേ 17-ാം തീയതിയാണ് കല്യാണം, അത് മറക്കണ്ട. അപ്പൊ കുട്ടികളൊക്കെ പാടെ കൂട്ടിയിട്ട് നേരത്തെ വരണം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മറ്റേ ക്ഷണക്കത്ത് ആ വാട്സാപ്പിലാണ്ട് അയക്കാം. ഡേറ്റ് കുറിച്ച് വെക്കണം, അല്ലെങ്കിൽ മറക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി അപ്പൊ. കൗസല്യേ, കൗസല്യേ. എന്താ സത്യേട്ടാ? ഒന്നുകൂടെ വന്നേ. എന്താ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്താ അവിടെ ഇരിക്കി. എന്ത് പറ്റി? മോളോട് പറഞ്ഞോ? എന്ത് പറയാൻ? നമ്മൾ സംസാരിച്ച കാര്യം അവളോട് പറഞ്ഞോ? പറഞ്ഞില്ലെന്ന്. അതിനത് ചെവിന്ന് ഫോണൊന്ന് മാറ്റണ്ടേ? അപ്പൊ നിനക്കതങ്ങോട്ട് പറഞ്ഞെന്താ കുഴപ്പം? ഇനി ദിവസം ഉണ്ടല്ലോന്നേ. കൂത്തുണ്ട് ദിവസം. ഇത് നാളെ പറയാം, മറ്റന്നാ പറയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞത് ആളുകളോട് നടന്ന് ക്ഷണിക്കണ്ടേ? ആ ക്ഷണം എന്താ എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോഴേക്ക് ഇത് പറയാൻ മറക്കും. എന്നാ പിന്നെ ഇന്നങ്ങ് പറയാം. പറയാം. വിളിക്കുന്ന ലക്ഷ്മി മോളെ. ലക്ഷ്മി. ഞാൻ വിളിക്കാം. ഓക്കെ. എന്താച്ചാ? അതെ, മോള് ഇവിടെ ഇരുന്നേ, അച്ഛന്റെ അമ്മയുടെ അടുത്ത്. എന്തോ? ഇനി കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാണ്ട്, അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതേപോലെ പ്രവർത്തിക്കുകയും വേണം കേട്ടാ. അപ്പൊ 17-ാം തീയതി നമ്മുടെ കല്യാണാണ് അല്ലേ? അതെ. ഇത്രയും കാലം നീ ജീവിച്ച വീട് ഇതാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു വീട്ടിലേക്കാണ് പോണത്. അവിടെ ഏതെങ്കിലും രീതിയിൽ മനസ്സിന് വിഷമുണ്ടാക്കുന്ന വല്ല കാര്യവും മോൾക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും? അതിപ്പോ ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യുന്നോ? എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യേ ഇല്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഇവിടെ വളർത്തിയിട്ടുള്ളത്, ആണോ? പിന്നെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായി എന്ന് വന്നാൽ ഉടനെ അച്ഛനെ അറിയിക്കുക. അപ്പൊ അച്ഛൻ അങ്ങോട്ട് വരും, അതിനുള്ള പരിഹാരം അച്ഛൻ ഉണ്ടാക്കും. പിന്നെ മോളെ, അമ്മായിയമ്മ എങ്ങാനും എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞതുപോലെ തോന്നിയാ എന്ത് ചെയ്യും? ഞാന് ഒന്നുമില്ല, അച്ഛനെ വിളിക്കുക കേട്ടാ. അതിനുള്ള പരിഹാരം അച്ഛൻ ഉണ്ടാക്കി തരാം. പിന്നെ വ്യാരീജാതന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ പരുഷമായിട്ട് സംസാരിക്കുകയും മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഒരൊറ്റ കോള് എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനറിയാം. പിന്നെ മോളെ, ആ പ്യാരി കള്ളുടിക്കോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ നമുക്കറിയില്ല. കുടിക്കൊക്കെ ചെയ്യുമായിരിക്കും, ചെറുപ്പക്കാരല്ലേ. എന്നാലും ഒന്നും ശരിയല്ല. ശരിയല്ല. അങ്ങനെ എങ്ങാനും നിനക്കൊരു സൂചന കിട്ടിയാ മോൾ എന്ത് ചെയ്യും? ഞാന് അച്ഛനുണ്ട്. അച്ഛനെ വിളിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനറിയാം കേട്ടാ. പിന്നല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ആഴ്ചയില് ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരും. 2 ദിവസം നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം. പിന്നെ എല്ലാ ശനിയും ഞായറും നിർബന്ധമായിട്ടും നിങ്ങൾ ഇവിടെ വന്നത്. അവധിയാണല്ലോ ശനിയും ഞായറും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോരുക. നമുക്ക് ഇവിടെ താമസിക്കാം കേട്ടാ. പിന്നെ മക്കളെ, ഇതൊക്കെ കേട്ടല്ലോ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മറക്കാതെ വിളിച്ചിരിക്കണം. കിടക്കണ നേരത്തും കേട്ടാ. കേട്ടോ? വിളിക്കണേ മോളെ. വിളിക്കാച്ചാ. അച്ഛനും അമ്മയും ആകെ വിഷമിക്കും കേട്ടാ. എനിക്കറിയാച്ചാ. അതാ പറയും. ഇനിയിപ്പോ വേറെന്താ? ഇനി വേറെന്താ? ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഉപ്പ് കൂടുതൽ പോരാ? കൂടുതലോ? എടുത്ത് കണക്ക് വേണം. കണക്കുണ്ടല്ലോ. ഇങ്ങനെ പറക്കി തിന്നാ പോരാ. ഇത് 3 കട്ട്ലറ്റ് 6 6 പോപ്പേസ് 2
വളർന്നു വെച്ചിട്ടാ ഒരു നേരങ്ങോട്ടായി ഉപ്പോടാ ഉപ്പ് കൊടുത്തോളാം. എന്റെ പൈസ അല്ല പണിക്ക് ഇവിടെ കൈ പൈസയില്ലല്ലോ. നിങ്ങൾക്ക് കൂടെ ചാവട്ടോ കണക്ക് എഴുതിക്കോ. എന്തിനു കണക്കെഴുതി നോട്ടീസും തീർന്നു. അത് തീർന്നാ പുതിയ ദിവസം എടുത്തോ. നടക്കൂല അങ്ങനെ ഇത് കൊണ്ടിരിക്കാൻ നമ്മൾ എവിടെ പോകുന്നില്ലോ. എവിടെ പോകുന്നില്ല എനിക്ക് പൈസ ഇട്ടുണ്ട്. ഇത് കൊണ്ടിട്ടുണ്ട് സാധനം. ചാവട്ടോ നിങ്ങള് നമ്മളിതാ ഈ മോഹൻ എന്നെല്ലാം പറഞ്ഞത് ഒരേ നാട്ടിലത്തെ ആളാണ്. ആ ഒരേ നാട്ടിലത്തെ ആളെന്ന് പറഞ്ഞ പോരല്ലോ ഉണ്ണി. എനിക്കിത് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയും കച്ചവടം ചെയ്യണ്ടേ? നിങ്ങൾ കച്ചവടം ചെയ്യുന്നോണ്ടാണല്ലോ നമ്മൾ ഇതൊന്ന് വാങ്ങുന്നത്. അതെ അത് കടം മേടിച്ചിട്ട് എല്ലാരും കൊണ്ടായാലും പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? എന്ന് പറയുന്നത് നമ്മളൊരു കഷ്ട കാര്യം ചോദിച്ചോട്ടോ രാവട്ടോ. നമ്മൾ ഈ സാധനം ഒന്നും മേടിച്ചില്ല. ഇത് ഇവിടെ തന്നെ നിൽക്കൂലേ? നാടെ അങ്ങനെ ഒന്നും കേടൊന്നും പോലില്ല. അത് ആൾ വേറെ ആളും മേടിക്കും. അതെ ഒരാളെ പൈസ എടുക്കും വെറുതെ ഇതാവൽ. ഒരു കാര്യം ചെയ്യാം. മോഹനം തരും മതിയാ. ആരായാലും എനിക്ക് ഇപ്പം കിട്ടണം. എന്റെ പേരിലാണ് പറ്റിക്കോളെ ഞാൻ തരും. ആവട്ടെ അവൻ തരും. അങ്ങനെടാ അങ്ങനെ ആവട്ടെ പോട്. ഏതായാലും നിങ്ങൾ പുതിയ ബുക്ക് വാങ്ങണ്ടേ? മഴ കൊടുക്കണേ എന്റെ പേര് എടാ ഞാനാ നമ്മളെ രാജ്യം മൊത്തം കടത്തിലാണ്. ഇപ്പൊ കടക്കാരെ കണ്ടാൽ എന്തോരം നികൃഷ്ട ജീവിനെ പോലെ ആരും കാണണ്ട. എല്ലാരും കടത്തിലാണ്. ഒരു വിക്സ് വേണമല്ലോ. തീർന്നുപോയല്ലോ പേര്. ആണോ? തീർന്നുപോയി. ഇന്നലെ ഉണ്ടായിരുന്നു. അമ്മക്കേ കൈക്കൊരു വേദന. അപ്പൊ വിക്സ് വേറെ ഇല്ലല്ലേ? പഴയ വേറെ ഇല്ല. എന്താണ് പ്യാരി ഒരു 30 പോവുക. എന്തിന്? കടമുണ്ട്. പൈസ ഇല്ലാതെ മേടിച്ച് തരണത്. ഇത് കൂടി കൊടുത്ത തന്നെ ഒഴിവാക്കാൻ. 30 32 ഇപ്പൊ എടുത്തില്ലേ? 32 ഇതിന്റെ കല്യാണം ശരിയല്ലേ? ആ കല്യാണം 17-ാം തീയതി രാവേട്ടാ. അച്ഛൻ വന്ന് വിളിക്കും. അച്ഛൻ പറഞ്ഞു എന്നോട്. എന്ന് എനക്കൊരു കാര്യം പറയാം. മാരേജ് ഇസ് ഇൻഡിജിനസ് ടു ഹെൽത്ത്. അതായത് എന്റെ ആക്ടിങ് ആണ്. ഒന്നും ഒരു ഒറിജിനൽ അല്ല. അതായത് ലൈഫില്ല. വിവാഹത്തിൽ ലൈഫില്ല. ഞാൻ 3 കഴിച്ചു. എന്തായിപ്പോ? പക്ഷെ ആളുകളൊക്കെ പറയണത് നിന്റെ കുഴപ്പം കൊണ്ടാണ് 3 ആൾ ഇട്ടുകൊണ്ട് പോയെന്നാണ്. ഒരിക്കലും അല്ല. എന്റെ കുഴപ്പം എന്താവും? അല്ല ഇപ്പൊ ഈ ലാസ്റ്റ് ഉണ്ടായ പെണ്ണെന്താ പോകാൻ കാര്യം? ഒരു കാര്യമില്ല. രണ്ടും ശരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ആരായാലും ഉണ്ടാവും. സ്വാഭാവികം. 3-ാമത്തെ വെച്ചാല് ഒരു പ്രശ്നമില്ല. ഒരു 3-4 ദിവസം ഒന്നിച്ചിട്ടേ ഞാനെ കുറച്ച് കഴിക്കണ്ട്. കഴിച്ച ദിവസം നാട്ടിൽ പോലും ഇല്ല, വീട്ടിൽ പോലും ഇല്ല. അതുകൊണ്ട് പ്രശ്നമില്ല. ഒന്നും അറിയാണ്ട് വന്നു 1/2 ലിറ്റർ കഴിച്ചു. 1 ലിറ്റർ കഴിച്ച് ഒരു താറാവ് മുട്ടി. 6-ാം മുട്ട തിന്നു. അത് 2 കഴിച്ചല്ലോ. നല്ല ഫിറ്റാണ്. ഓളെ മുമ്പ് ഞാൻ കഴിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടാ. ആ ബുദ്ധിമുട്ടാണ് അവിടെ പോകുന്നത്. വീട്ടിന്റെ മുമ്പില് ഉണക്ക് മറ്റേ നങ്കുണ്ടല്ലോ, അത് ഇങ്ങനെ ഉണക്കാനിട്ടുണ്ടായി. അപ്പൊ ഞാൻ 2 നങ്കെടുത്ത് വായിലിട്ടു. അപ്പൊ അച്ഛ ഉണങ്ങി ജേശം ഉണങ്ങിയതേ ഇല്ലോ. പക്ഷെ അതിന്റെ മണം പ്രശ്നമില്ലല്ലോ, മറ്റേ മണക്കില്ല. അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കുറെ ഏമ്പൊക്കെ ഞാൻ ഇട്ടു. അവള് കീഞ്ഞു പോയി. പിന്നെ ഒന്നില്ല. ഒരു ഏമ്പൊക്കെ ഇട്ടതിന് അവള് പിണങ്ങിപ്പോയാ? അതെ, ഒരു ഏമ്പൊക്കെ വായിലിട്ടല്ലോ. പിന്നെ ഇത് ഏരിയ പോയെന്ന് അറിയില്ല. കയ്യും കാലില്ലാത്ത സാധനം പിടിച്ചിട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി എന്റേതല്ലാത്ത കാരണങ്ങൾ ഒരു ഏമ്പക്കത്തിന്റെ പേരിൽ എന്റെ ഭാര്യ ഇറങ്ങിപ്പോയത്. ആൾക്കാർ എത്ര ലൈക്ക് ഇറക്കും. അവിടെ ചീത്തം. ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാണ്? ഹണിമൂൺ ട്രിപ്പ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് കുഞ്ഞമ്മയുടെ വീട് വരെ ഒന്ന് പോണം. ഒരു ദിവസം അവിടെ നിക്കണം. പിന്നെ ഞങ്ങളുടെ വകയിലൊരു മുത്തച്ഛന്റെ ഒരു ശവകുടീരമുണ്ട് ചേർത്തലയിൽ. അവിടെ പോയി ഒരു ദിവസം തങ്ങണം. പിന്നെ മറ്റേ അച്ഛന്റെ പെങ്ങടെ ഒരു ഭർത്താവിന്റെ അനിയൻ ഒരാൾ ആക്സിഡന്റ് ആയി കിടപ്പുണ്ടല്ലോ ഐസിയുവില്. അപ്പൊ അയാളെ ഒന്ന് കാണാൻ പോണം. അങ്ങനെ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ട്. അതോടെ നിർത്തണ്ട. ഗുരുവായൂരും ചോറ്റാനിക്കരും കൂടിയാണ് പോയിക്കോ. ചെങ്ങായി കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പല സ്ഥലങ്ങളതൊക്കെ പല മൂന്നാറൊക്കെ പോണ്ടേ. കുഞ്ഞമ്മന്റെ വീട്ടില് മൂന്നാറിൽ നല്ല തണുപ്പായി. ആണോ? നല്ല തണുപ്പാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യും. നമുക്ക് സമയം ഉണ്ടല്ലോ. അപ്പൊ കല്യാണത്തിന് വരണം എല്ലാവരും കൂടി. അടിച്ചു പൊളിക്കണം. എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. പിന്നെ താറാമോട്ടെ ആവട്ടാ. ഞാൻ 2ാമത്തെ കല്യാണം കഴിച്ചോട് ഒരിക്കലും അടിമൂന്ന് ചോദിച്ചു എവിടെ പോവാന്ന്. കേട്ടാ എവിടെ പോണ്ട് ചോദിച്ചു. ഞാൻ ശബരിമലക്കോട്ട് പോവാൻ പറ്റില്ലോ. ഇല്ല. അങ്ങണ്ട് അവിടെ ഇല്ല, ഉറങ്ങിയില്ല. ഇങ്ങോട്ട് വേഗമാ. എന്താ അമ്മ? വേഗമാ വേഗമാ. വരാ വരാ. എന്ത്? അതെ, അമ്മ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നറിയില്ല. 1 hour ചെല്ലാൻ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഞാൻ വേണ്ട, ഞാൻ എന്താന്ന് ഞാൻ നോക്കാം കേട്ടാ. അതൊക്കെ കഴിച്ചോ. പോരെ. എന്താ അമ്മ വിളിച്ചത്?
വിളിച്ച എന്താണ്? ഇങ്ങോട്ട് വാ. എന്താ അവിടെ കളഞ്ഞത്? അത് ഈ മുണ്ടിന്റെ വള്ളി ചുറ്റിയതാണ്. മുണ്ടിന്റെ വള്ളി അതില് ചുറ്റി ഇങ്ങനെ കളഞ്ഞതാണ്. എന്തു പറ്റി? ആണോ? വയ്യടാ, എനിക്ക് ഒട്ടും വയ്യ. അത് 3-4 ദിവസമില്ലേ ഉറക്കം നിക്കണ, അതിന്റെ ആയിരിക്കുള്ളൂ. അമ്മ പോയി കിടക്കാൻ നോക്കുന്നോ? കിടക്കാനൊന്നും പറ്റണില്ല. എന്താ ചെയ്യാ, കൈയിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വേദനിക്ക. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ നിക്കാനൊന്നും വയ്യല്ലോ. എന്റെ മോന്റെ കാര്യത്തിന് പിന്നെ ആരാ നിക്കുക? അങ്ങനെ നിന്നതാ. ഈ കുഞ്ഞമ്മയും മക്കളൊക്കെ പോയാ? അവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അച്ഛനെന്തേ? അച്ഛന് 9 മണിക്കേ ഉറങ്ങി. അല്ലെങ്കിൽ അച്ഛന് ഉറക്കം വരില്ലല്ലോ രാത്രിയായാലേ. അമ്മ കിടന്നു നോക്കിയിട്ട് കിടക്കാൻ പറ്റണില്ല. അമ്മ പോയി കിടന്നു, സമ്മാനമായിട്ട് കിടന്നു എനിക്ക് കിടക്കാൻ പറ്റണില്ല, ഉറക്കം വരുന്നില്ല. നീ ഇവിടെ ഇരിക്ക്. എന്താ അമ്മക്ക് പറ്റിയത്? എന്താ പറയാ എന്റെ മോനെ, എനിക്ക് വയ്യ. അതന്നെ, അച്ഛനാണിച്ച നേരത്തെ കിടക്കുകയും ചെയ്തു. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ വെച്ചിട്ടാ സിനിമ വെച്ച്. സിനിമ ഉണ്ട്, പ്രേത സിനിമ. ആ ഈച്ച പ്രേതം അത്ര. സമാധാനമുള്ള എന്തെങ്കിലും സിനിമ വെച്ച് കണ്ടാ പോരെ, പേടിക്കണ കാണണോ? അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടില്ല. അമ്മ അത് ഓഫ് ചെയ്തിട്ട് പോയി കിടക്ക്. എന്താ കിടക്കണ സമയമൊന്നും ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നീ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ കിടക്കാറ്? അമ്മ ഇപ്പൊ ഒരാഴ്ചയായില്ലേ നമ്മള് കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടേ. ക്ഷീണുണ്ട്. ഈ ബാമന്നിട്ട് നടാ. ഗുളിക കഴിച്ചില്ലേ? ഗുളികയൊക്കെ കഴിച്ചു, ഒരു കുറവുമില്ല. നീരിറങ്ങാണ് ഈ സൈഡിലൊക്കെ. അങ്ങനെ വേദന. ആ, കൊറച്ചിട്ടാ മതി കേട്ടോ. എന്താ എന്താടാ അവിടെ ഒരു വെളുത്തിരിക്കണ്? അത് മുടി നരച്ചതാന്ന് തോന്നുന്നു. നോക്കട്ടെ നോക്കട്ടെ. ആയി പാറ്റേ? ആ, നല്ലോണം അങ്ങോട്ട് തിരുമ്പ്. അവളവിടെ ഒറ്റക്കാണ്. ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ടൊരു പരിചയവും ഇല്ല. ആ, ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ. നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പ്. ഇപ്പൊ കുറവുണ്ടല്ലോ. എടാ, എന്റെ മോൻ അടുത്തിരിക്കുമ്പോ തന്നെ എനിക്ക് പകുതി വേദന പോവും, അറിയാൻ നിനക്കത്? അതാണ് എനിക്ക് എന്റെ ദൈവത്തോട് എനിക്ക് എപ്പോഴുള്ള പ്രാർത്ഥന അതാണ്. എന്റെ മോൻ എപ്പോഴും ഇങ്ങനെ അടുത്ത് വേണം അമ്മയുടെ. ഓരോ ദിവസം അമ്മയ്ക്ക് വേദനയാണ്. കരയല്ലേ, മാറും ഇത്. എവിടുന്ന് മാറാനാണ്? വേദനയുണ്ട്. മോനെ ഇത് വിട്ടു പോന്നോന്നാണ് ഇന്ന് രാത്രി തന്നെ. ഇല്ലമ്മ, എന്തേലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണോ? എത്ര ഡോക്ടർമാരെ കാണിച്ചടാ? അമ്മ പതുക്കെ എഴുന്നേക്ക്, ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തു. ആ സൈഡ് വെച്ചിട്ട് പതുക്കെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിപ്പോയിക്കോളും. എനിക്ക് എണീക്കാൻ വയ്യടാ. എന്താ ചെയ്യണം? കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. അമ്മയ്ക്ക് ഒരു ആശ്വാസത്തിന് ഇവിടെ ഇരിക്കും. ഈച്ച എവിടെ? ഈച്ച കണ്ടോ ഞാനേ ഉറങ്ങിയമ്മ. ഇല്ല. ഞാനൊന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ഉറക്കം വരുന്നില്ല. അമ്മയ്ക്ക് ഉറക്കം കിട്ടണില്ലല്ലോ, വേദനയല്ലേ. നമുക്ക് ഉറങ്ങാൻ പറ്റില്ലടാ. അതല്ലേ ഇങ്ങനെ ഇരിക്കണ. അല്ലേ അമ്മ എപ്പോഴേ ഉറങ്ങിയേനെ. ഉറക്കം വരുന്നില്ല. എന്താ ആശ്വാസമൊന്നുമില്ലേ? എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോലെ തോന്നുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോവാ. ചെയ്യണം. ഈച്ച പിടിച്ചടാ. നോക്ക്, ഈച്ച പിടിച്ച്. ഈച്ചയുടെ ഒരു കാര്യം. എന്താടാ
പൊക്കോന്ന് പറഞ്ഞു. അത് ഈച്ചയുടെ വേഗം പറക്കാൻ പറഞ്ഞല്ലേ, ഞാൻ ഈച്ച ഇപ്പൊ പിടിക്കൂലേ? അവന് ഉറങ്ങിപ്പോയി മോളെ. 3-4 ദിവസമായിട്ടേ ഉറക്കൊന്നുമില്ലല്ലോ, ക്ഷീണല്ലേ. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പാവം. നീ ഇപ്പൊ വിളിക്കണ്ട, ഇപ്പൊ എണീറ്റ പിന്നെ അവന് ഉറക്കം കിട്ടില്ല. മോള് പോയി കിടന്നോ. അച്ഛാ, എന്താ അച്ഛാ വരാൻ പറഞ്ഞ? ഒന്നുകൂടെ ഇറങ്ങി വരൂ, ഒരു കാര്യം പറയട്ടെ. മോനെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അച്ഛന് ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ, വല്ല സാമ്പത്തിക പ്രശ്നം? അതൊന്നല്ല. അത് പറഞ്ഞോട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ പറയും എന്തെങ്കിലും? പറയാം. മകളെ കല്യാണം കഴിപ്പിച്ചതോട് കൂടിയിട്ട് ഒരച്ഛന് മകളുടെ മേലിലുള്ള എല്ലാ അവകാശവും ഇല്ലാതായി എന്ന് വിചാരിക്കണ്ട. അത് നിങ്ങൾക്ക് തന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത്. ജീവിതത്തിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ ഞാൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടും. അച്ഛൻ അങ്ങനെ ഇടപെടേണ്ട തരത്തിലുള്ള വിഷയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടുണ്ട്. അതല്ല ഇപ്പൊ എനിക്ക് രാവിലെ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇല്ല, ഇപ്പൊ ഇന്നലെ അല്ലേ അവള് ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വന്നുള്ളൂ അല്ലേ? അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉവ്വ്. അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്നലെ നിങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചില്ല? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇന്നലെ. പൊന്നു മോനെ, നിന്റെ അമ്മയ്ക്ക് കയ്യിന് വേദന ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം. ഇല്ലെങ്കിൽ അച്ഛനോട് പോയി പറയണം. അച്ഛൻ വല്ല കുഴമ്പോ തൈലോ ഇട്ടിട്ട് തടവി കൊടുക്കും. അതാ ചെയ്യാ. അല്ലാതെ എന്റെ മോളുടെ ആദ്യരാത്രി നശിപ്പിക്കാൻ നിന്റെ അമ്മയ്ക്ക് എന്താ അവകാശം? ഇല്ല അച്ഛൻ, അങ്ങനെ ഉണ്ടായില്ല. ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്ത് എന്നൊക്കെ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഇതിപ്പോ ഒരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയും, നാളെ ഇതിലും വലുത് സംഭവിക്കും. അപ്പോഴൊക്കെ ഈ പറയണ പോലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. ഇനി എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് നടത്തിക്കരുത്. ഇല്ല. എവിടേക്കാ പോണേ? ഞാൻ ഓഫീസിൽ പോണം. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ കണ്ടിട്ട് പോകാലാന്ന് കരുതി. എന്നാ പൊക്കോ കേട്ടാ. ഞാൻ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോ എനിക്കിന്നിപ്പോ ഓഫീസ് പോക്ക് നടക്കില്ല. ഇന്നിപ്പോ ലീവ് എടുക്കുക. അത് പറയാനായിട്ട് വന്നതാണേ. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അച്ഛൻ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം ഗൗരവമുള്ള കാര്യം തന്നെ. എന്നാ വിട്ടോ. ശരി, വീട്ടിൽ കയറാൻ? ഇല്ല, ഞാൻ വീട്ടിൽ കയറില്ല. പോട്ടെ, സമയമില്ല. ശരിയാ. സുഗതേട്ടാ, മക്കള് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ല. അമ്പലത്തിലേക്കല്ലേ ഇപ്പൊ 12 മണി കഴിഞ്ഞില്ലേ? അവര് പോണോണ്ടല്ല, കുട്ടികൾക്ക് വിശക്കില്ലേ? ഞാൻ കാത്തു എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചു. ശരി. അമ്മ അവിടെ ഇരിപ്പുണ്ടല്ലോ. അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുതാ? എടാ, എത്ര നേരായി പോയിട്ട്, വിശക്കണില്ലേ നിങ്ങക്ക്?
അല്ല അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കഴിച്ച്. ഹോട്ടലിൽ നിന്ന് കഴിച്ച്. ഹോട്ടലിൽ നിന്നോ? ആ സ്ഥലായി. ഞാനിവിടെ നിങ്ങൾ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നോക്കി നോക്കി ഇരിക്കായിരുന്നു. അയ്യോ അമ്മക്ക് കഴിക്കായിരുന്നില്ലേ സമയമായപ്പോ? ചേട്ടാ അതെങ്ങനെയാ, നീ പുറത്തുനിന്ന് കഴിക്കണ ശീലല്ലല്ലോ. ഇവൻ അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. അല്ല അതിപ്പോ എന്താ വെച്ചാലേ ഞാനും ഇവനും കൂടിയാണല്ലോ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. ഈ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കില്ലല്ലോ. എനിക്ക് അങ്ങനെയായിരിക്കില്ലേ, പുറത്തുനിന്നൊക്കെ കഴിക്കായിരിക്കും. ഇല്ല അങ്ങനെയല്ല, അവള് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ല ആയിക്കോട്ടെ, എന്തായാലും കഴിച്ചൂലോ, പട്ടിണി കിടക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വയറ് നിറഞ്ഞാ മതി അമ്മക്ക്. അമ്മനെ ഓർക്കാഞ്ഞിട്ടല്ല, അവള് ആദ്യമായിട്ട് പറഞ്ഞല്ലേ, അപ്പൊ ഞാനൊന്ന്. എടാ അതിന് അമ്മയ്ക്ക് എന്താ പരാതി? അമ്മയ്ക്ക് ഒരു പരാതി ഇല്ല. എന്റെ മക്കള് വിശന്നിരിക്കരുത്, അത്രേ ഉള്ളൂ. എന്റെ മോൻ വിശന്നിരിക്കണത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അല്ല അമ്മ വന്ന് കഴിക്കുവാ. എനിക്ക് വേണ്ടടാ, ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് എന്താ? അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ, മരുന്ന് കഴിക്കണം, കാലിന് വേദന. അമ്മ എഴുന്നേറ്റ് വന്നേ. വേണ്ടടാ, ഞാനും ഒരു പിടി കഴിക്കാം, നമ്മുടെ കൂടെ വാ, എഴുന്നേക്ക്. ഇതിപ്പോ നീ നിർബന്ധിച്ചിട്ടാട്ടോ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിട്ടൊന്നും ഇല്ല അങ്ങനെ അമ്മ കഴിക്കാതിരിക്കണ എന്തിനാണ്? ഞങ്ങളത് വെറുതെ അവിടെ കേറിയിട്ടുള്ളത്. മോനെ, അച്ഛൻ വേറൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. ഇന്നലെ എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായത് അവിടെ? ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ആര് പറഞ്ഞു? ഇല്ല അച്ഛൻ വല്ലതും അറിഞ്ഞോ? ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിന്റെ അമ്മയ്ക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോട് എന്താ അത്ര വിരോധം? ഇല്ല അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ തറവാടിത്തമില്ലാത്തവരും കൾച്ചർ ഇല്ലാത്തവരും ഒക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങള് ആ വകുപ്പിൽപ്പെട്ട ആളുകളാണ് എന്നല്ലേ? അല്ല അങ്ങനെ ഒരു ധ്വനി അതിനകത്തില്ലേ? അമ്മ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല അച്ഛാ. ഞങ്ങള് ഇന്നലെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി അവള് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞങ്ങള് വന്നിട്ട് കഴിക്കാല്ലാന്നും പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കാത്തിരുന്നു. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടാണ് വരണേന്ന് പറഞ്ഞപ്പോ അമ്മ ചെറിയൊരു പ്രയാസം പ്രകടിപ്പിച്ച, അല്ലാതെ വേറെ അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വരുന്നത് വരെ അമ്മ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് വിശപ്പായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കഴിച്ചൂടെ? അല്ല കഴിച്ചൂടെ? അതൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് ഇങ്ങനെ. വിഷയമാണ് മോനെ, അതൊക്കെ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അത് തെറ്റാണ് ആ പറഞ്ഞത് അർത്ഥം. അത് അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അയ്യോ അമ്മനോട് അതൊന്നും പറയേണ്ട കാര്യമില്ല അച്ഛൻ, എനിക്ക് മനസ്സിലാവും. ഞാൻ അവളെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്നെ പ്രസവിച്ച ഒരു അമ്മയാണത്. എനിക്ക് എന്റെ അമ്മയും വേണം, ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയും വേണം. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് തിങ്ങിയാണ്. അതെ, എന്തൊക്കെ ആയാലും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അത്ര ഞാൻ പറഞ്ഞതിന് കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാ മോനെ ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ. ലക്ഷ്മി ധാര വരണ്ട് നോക്കിയേ. കേറിയിരിക്കും. ഓ ഞങ്ങട് പോയില്ലേ? ഇങ്ങോട്ട് പോയില്ല. ലക്ഷ്മി എന്റെ അമ്മാവൻ വന്നിരിക്കണു. എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? ഒന്നും പറയണ്ട, കല്യാണം വിളി എന്ന് പറയാണ്ടല്ലോ. അയ്യോ അനുഭവിച്ചോണ്ടിരിക്കുക. ആരുടെ? എന്റെ മോൻ പ്രതീഷിന്റെ. അവന്റെ കല്യാണമായോ? ഏതാണ്ടൊക്കെ എല്ലാം ആയി. കല്യാണം വിളിക്കൽ അങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ. ഇതിലും ഗതികേടായിരുന്നു പെണ്ണ് കാണല്. ഒരെണ്ണത്തിനെ പോയി കണ്ട്, എന്നിട്ടാ ഒരെണ്ണം സെറ്റായത്. ഇതിപ്പോ നമ്മുടെ കാലത്തെ പോലെ ഒന്നല്ലോ. എന്റെ അച്ഛൻ ഒരു പെണ്ണിനെ കണ്ടു, എന്നിട്ട് പറഞ്ഞു സുഗത ഞാനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്, നീയാണ്ട് കെട്ട്. മറിച്ചൊന്നും പറഞ്ഞില്ല, പോയി കല്യാണം കഴിച്ചു. എനിക്ക് പിന്നെ അതും വേണ്ടി വന്നില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ കല്യാണം പറഞ്ഞു. സുഖല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ച്. അതെങ്ങനെ? എന്റെ മോൻ പ്രതീഷിന്റെ അമ്മയായിട്ട് എന്റെ ഉറപ്പെണ്ണല്ലേ, അവള് ജനിച്ചതേ ഉള്ളൂ. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ നീ വേറെ പെണ്ണൊന്നും നോക്കണ്ട, നീ അവളെ അങ്ങ് കെട്ടിയാ മതി. അതങ്ങനെ അങ്ങ് നടന്നു. ഓ ഇതെന്തൊരു ദുരിതമാണെന്ന് അറിയാമോ ഈ പെണ്ണ്. ഞാനിപ്പോ പ്യാരിയാതിന് വേണ്ടി 16 പെണ്ണ് കണ്ട്.
ആ ഒന്നും അവനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആ, അവസാനം ലക്ഷ്മിനെ ഇഷ്ടമായി. അതെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണമെന്നാവും നമ്മുടെ യോഗം അല്ലേ? അതെ അതെ അതെ. എന്റെ വീട്ടില് നിൽക്കേണ്ട പെണ്ണ ഇവള് ലക്ഷ്മി. ഏ? ആ ഈ പ്രതീഷ് മോനും ലക്ഷ്മിയും അവരൊരുമിച്ച് കളിച്ച് വളർന്നതാ. ഓ ആ കുടുംബക്കാർക്കെല്ലാം അത് ഇഷ്ടമായിരുന്നു. ആ ആ എന്റെ ഭാര്യയ്ക്കും എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ അങ്ങനെയല്ലേ കെട്ടിയത്, അതുകൊണ്ട് ഇനിയിപ്പോ ഈ പിള്ളേരെ അങ്ങനെ കെട്ടിക്കണ്ട, അവർ പുറത്തുനിന്ന് കെട്ടിക്കോട്ടെ. അവർക്കും ഏതാണ്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കണമെന്നുള്ളത്. കുടുംബത്തിലെ ഈ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ ഈ പിള്ളേരെല്ലാം കൂടെ കളിയാക്കെ നിന്റെ പ്രതീക്ഷ, നിന്റെ ലക്ഷ്മി വന്ന്, ലക്ഷ്മി നിന്റെ പ്രതീക്ഷ വന്ന് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ നല്ല കൊച്ച കേട്ടോ, എന്റെ പെങ്ങടെ മോളായോണ്ട് പറയാം, ഇടിക്കുക നല്ല മര്യാദ ഉള്ള കുട്ടിയാ. ആ അപ്പോഴേ അപ്പൊ എന്റെ പ്രതീക്ഷ മറ്റേ കല്യാണക്കുറി തരാൻ വന്നതാണേ. ലക്ഷ്മിനെ വിളിക്ക്. ലക്ഷ്മി എവിടെ? മോളെ ലക്ഷ്മിയെ. ആ ആ എന്തൊക്കെയാണ് മക്കളെ, സന്തോഷല്ലേ? പ്രതീക്ഷയായിട്ടൊരു കല്യാണമായി. ആ അപ്പൊ അതെ, അടുത്ത മാസം 18-ാം തീയതി എന്റെ മകൻ പ്രതീഷിന്റെ കല്യാണമാണ്. കുമ്പളം അമ്പലത്തിൽ വെച്ചാണ്. അതെ, താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഓഡിറ്റോറിയത്തിലാണ് സദ്യയും കാര്യങ്ങളൊക്കെ. തലേ ദിവസം എത്തണം രണ്ടുപേരും. പിന്നെ എവിടെ ഒരാഴ്ച മുന്നേ വിടണേ. എല്ലാരും അവിടെ നോക്കി ഇരിക്കും അവിടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പോവാൻ പറ്റില്ല, ചോറുണ്ടിട്ടേ പോവാമോ? കൊണ്ടുവരുമ്പേ നീ ഒരുപാട് വീട് വിളിക്കാനുണ്ട്. പിന്നെ വെള്ളം കുടിച്ചതേ വെള്ളം കുടിച്ചാൽ പ്രശ്നം അറിയാലോ, അതും പ്രശ്നം. അതുകൊണ്ട് അപ്പൊ എത്തിക്കോളേ തലേ ദിവസം. ഓ കുട്ടിയെ ഞാൻ പൊക്കോട്ടെ ഒരാഴ്ച മുമ്പ്. ഓ എന്തിനാ ഒരാഴ്ചയാണ് അവിടെ തന്നെ അങ്ങോട്ട് നിന്നോ? എന്താടി അങ്ങനെ പറയണേ? നീ അത് വായിക്കേ. പെണ്ണ എവിടുന്നാ നോക്ക്. തൃപ്പൂണിത്തറന്നാ പറഞ്ഞ. ചേട്ടനിടയ്ക്ക് വിളിക്കാറുണ്ട്, അപ്പൊ പറയാറുണ്ട്. ദിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്. എന്തേ? എന്റെ മോനിത് വല്ലതും അറിയാമോ എന്തോ? അവറ്റ് പുറച്ചക്കനല്ലേ, അപ്പൊ വിളിച്ചെന്താ കുഴപ്പം? അതന്നെ, ഇതൊക്കെ നമ്മളിപ്പോഴാണല്ലോ അറിയണത്. അപ്പൊ അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞു? കല്യാണം വരെ ഉറപ്പിച്ചതായിരുന്നു. ഓടി അവിടുന്ന് എഴുതാപ്പുറം വായിക്കല്ലേ? അല്ലാതെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മുറപ്പെണ്ണെന്ന് ചോദിച്ചാൽ അങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് അതന്നെ എനിക്ക് മനസ്സിലാകത്ത്. ചെറുതിലേ തൊട്ട് ഒരാളെ മനസ്സിൽ കൊണ്ടെടുക്കുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക, അതൊന്നും ഞാൻ കേട്ടിട്ടില്ലേ. എനിക്ക് അറിയാനും വയ്യ. ഞാൻ അത്ര പുരോഗമനവാദിയല്ല. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. എന്റെ ചെറുക്കന്റെ ജീവിതം. അയ്യേ, കുട്ടി എന്തിനാ കരയണത്? അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയണതല്ലേ. അച്ഛൻ വിചാരിക്കണ പോലൊന്നുമല്ല. അമ്മയ്ക്ക് എന്നോട് എന്തോ ഭയങ്കര ദേഷ്യമുള്ള പോലെ എപ്പോഴും പെരുമാറുന്നത്. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റം, ഞാൻ ചേട്ടൻ്റെ കൂടെ നടന്നാ കുറ്റം. ഞങ്ങൾ ഒരു ദിവസം വെറുതെ പുറത്തു പോയപ്പോ ഭക്ഷണം കഴിച്ചവരെ അമ്മയ്ക്ക് കുറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കാനായിട്ട് അമ്മ സമ്മതിക്കൂല. അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം. ഇതൊക്കെ എല്ലാ വീട്ടിലും അമ്മായിമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ. അതെ, നീ അങ്ങനെ ഇരുന്ന അവിടെ ഇരിക്കേ. ഞാൻ പറയണേ, അങ്ങനെ ഇരിക്കും. മോളെ, എല്ലാ കുടുംബത്തിലും നടക്കണതാണ് ഈ അമ്മായിയമ്മ പോര്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വന്നു കയറുന്ന കുട്ടികള് ക്ഷമിക്കാൻ പഠിക്കണം. അങ്ങനെ എല്ലാം കണ്ട് ക്ഷമിക്കണം എന്നല്ല പറയണത്. കുടുംബജീവിതം സന്തോഷമായി പോവാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അമ്മ മോളോട് എന്താ അങ്ങനെ പെരുമാറണമെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാരിജാതൻ അമ്മയ്ക്ക് ഒരേ ഒരു മോനല്ലേ. ഈ മോനെ രാവിലെ ചായ കൊണ്ടു കൊടുക്കണതും, അവന്റെ വസ്ത്രം അലക്കി തേച്ചു കൊടുക്കുന്നതും, അവന് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, അവന്റെ കൂടെ പുറത്തു പോകുന്നതും വരുന്നതൊക്കെ ഈ അമ്മയാണ്. ഇപ്പൊ അതൊക്കെ ചെയ്യണത് ആരാ? മോളല്ലേ. അപ്പൊ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അമ്മ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറണേ. അപ്പൊ മോൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു മകൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് കുറച്ച് അഭിനയിക്കേണ്ടൊക്കെ വരും. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാം.